ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ടോക്ക് മണി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഫ്രണ്ട്സ് എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, അപ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം വന്നൊരു പേരാണ് മോറിസ് കോയിൻ. മോറിസ് കോയിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഒത്തിരി മോറിസ് കോയിനെ കുറിച്ചുള്ള വീഡിയോ ഒത്തിരി അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ മോറിസ് കോയിനെ കുറിച്ചുള്ള ഒരു റിസർച്ചിലായിരുന്നു. അപ്പോൾ മോറിസ് കോയിനെ കുറിച്ച് ഉള്ള ഫീഡ്ബാക്ക് വെച്ച് തന്നെ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഭാവനയിൽ മോറിസ് കോയിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏകദേശം 90-95%, അതായത് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു മോറിസ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ആ കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായത്. അതായത് കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കമ്പനി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ സാറ്റിസ്ഫൈഡ് അല്ലാതെയുള്ളൂ. അതും അവർക്ക് പൈസ കിട്ടാഞ്ഞിട്ടല്ല, അവർക്ക് പൈസ കിട്ടാൻ കുറച്ച് ഡിലേ വന്നതിലൂടെയാണ്. അല്ലാണ്ട് പൈസ കിട്ടാഞ്ഞിട്ടല്ല അവർക്ക് ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. മോറിസ് കോയിൻ എന്താണ് എന്ന് പറയുന്ന ഒരു വീഡിയോ, അതിൻ്റെ ഇൻട്രൊഡക്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിപ്റ്റോകറൻസി. A cryptocurrency is a digital asset or virtual currency designed to work as a medium of exchange that uses strong cryptography to secure financial transactions. After creating the largest e-learning platform, Long Ridge Technologies presents Morris Coin. A cryptocurrency that is going to rock the world. Cryptocurrency is the money of the future. Morris Coin is a new decentralized cryptocurrency exclusively made for e-commerce world. It is a multifunctional next-generation cryptocurrency form being developed on blockchain using cutting-edge smart technology. Morris Coin will be the first cryptocurrency exclusively designed and marketed towards e-commerce and various other industries to pay for product and services with zero charges and freedom from dealing with traditional financial institutions. Morris Coin is one of the first few coins originating from India. This coin will work on blockchain, smart contracts, offering a new payment systems which is up-to-date, secure and user-friendly. Morris Coin will be released to the public via ICO, Initial Coin Offer. Morris Coin is a cryptocurrency that is going to be listed in one of the top exchanges of the world. There is no doubt that Morris Coin will open the door for revolutionary technological possibilities. Morris Coin, the next Bitcoin. അപ്പോൾ ഇതാണ് മോറിസ് കോയിൻ. ഫെബ്രുവരി 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കറൻസിയാണ് മോറിസ് കോയിൻ. ക്രിപ്റ്റോ കറൻസി ശരിക്കും നമ്മൾ മലയാളികൾ കേട്ടു തുടങ്ങിയത് ബിറ്റ് കോയിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയതിൽ നിന്നാണ്. ബിറ്റ് കോയിൻ 2008 ശരിക്കും ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്തത്. അന്ന് ഏകദേശം ഒരു ബിറ്റ് കോയിന് $0.003 വിലയുണ്ടായിരുന്ന ബിറ്റ് കോയിൻ 2020, അതായത് ഇന്നത്തെ വില ഏകദേശം ഒരു ബിറ്റ് കോയിൻ്റെ വില $10,000. അതായത് ഒരു ഡിജിറ്റൽ കറൻസിയാണ്, ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. അപ്പോൾ അതേമാതിരി തന്നെയുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് മോറിസ് കോയിൻ എന്നാണ് അതിൻ്റെ
സൃഷ്ടാക്കൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മോറിസ് കോയിനെ പുകഴ്ത്താനും ആഗ്രഹിക്കുന്നില്ല, അതിനെ ഇകഴ്ത്താനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥയിലൂടെ ഒരു അനാലിസിസ് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന പലരും പറയുന്നുണ്ടാവും, എൻ്റെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് വളരെ സ്ലോ ആണ് എന്ന്. ഒരു പക്ഷേ സ്ലോ ആയിരിക്കാം, പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സ്ലോ ആയിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു പക്ഷേ ഇനിയുള്ള വീഡിയോകളിൽ പതുക്കെ ഞാൻ സംസാരിച്ച് വരുമ്പോൾ സ്പീഡാക്കാൻ സാധിക്കുമായിരിക്കാം. ക്ഷമിക്കുക. കാരണം നമ്മളുടെ ആശയങ്ങൾ മനസ്സിൽ നിന്നിങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ എവിടെയും എഴുതി വെച്ചത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല ഇത്. മനസ്സിൽ നിന്ന് ഇങ്ങനെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മോറിസ് കോയിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോറിസ് കോയിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് മോറിസ് കോയിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് നമുക്കൊന്ന് നോക്കാം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 15,000 രൂപയാണ് പറയുന്നത്. അതിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെയിലി 2% അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്ക്ക് തരുന്നത്. ഡെയിലി 2% മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 300 രൂപ. അതിൽ 30 രൂപ കട്ട് ചെയ്തിട്ട് 270 രൂപ നമ്മളുടെ അക്കൗണ്ടിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ 270 രൂപ വീതം 300 വർക്കിംഗ് ദിവസത്തേക്ക് ഒരു വർഷം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ, അതായത് 300 രൂപ വെച്ച് മാക്സിമം 300 ദിവസത്തേക്ക് 90,000 രൂപ നമുക്ക് ആ ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വരുമെന്നാണ് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെ കിട്ടിയിട്ട് ഉണ്ട് എന്നാണ് ഇതിൽ മോറിസ് കോയിനിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തവരും പറയുന്നത്. അപ്പോൾ 15,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ ഏകദേശം നിങ്ങൾക്ക് 50 ദിവസം മതി. 300 × 50, ആ 30 രൂപ വെച്ച് കട്ടിങ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ വേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളുടെ 15,000 രൂപ കിട്ടാനായിട്ട്. ഇത് 300 എന്ന് പറയുന്നത് മാക്സിമം ആണ് ഒരു ദിവസം കിട്ടുന്നത്. മിനിമം അവർ പറയുന്നത് 75 രൂപയാണ്. 75 മുതൽ 300 രൂപ ഇപ്പോൾ കൊടുക്കുന്നത് 300 രൂപയാണ്. അതിൽ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം 270 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും 300 ദിവസത്തേക്ക്. അതിന് ഒരു വർഷത്തേക്കാണ് ഇതുള്ളത്. അതിനുശേഷം ഇത് വരികയില്ല. ഇനി ആ ഒരു ഇതിപ്പോൾ മോറിസ് കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസി ആണെന്ന് അവർ അവകാശപ്പെടുന്നത്. ആദ്യം തന്നെ പറയാം, ഇത് ക്രിപ്റ്റോ കറൻസി അല്ല. ശരിക്കും ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ബിറ്റ്കോയിൻ കറൻസി ലിസ്റ്റ് ചെയ്തിട്ടില്ല. എവിടെയും ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലും ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു കൺസെപ്റ്റ് വച്ചിട്ട് 600% വരുമാനമാണ് നിങ്ങൾക്ക് ഈ ഒരു മോറിസ് കോയിൻ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് 2% ഒരു ദിവസം നൽകുമ്പോൾ 300 ദിവസത്തേക്ക് 600% വരുമാനം. ഒരു വർഷത്തിൽ 600% വരുമാനം തരുന്ന ഒരു സ്കീം അത് എവിടെയും കേട്ടുകേൾവിയില്ല. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൽ പ്രോഫിറ്റ് മാത്രമാണ് വരുന്നത്. കമ്പനിയെ പറയുന്നത് ആ ഒരു 15,000 രൂപ അവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾക്ക്. ഇതിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 കമ്പനിയുടെ ഈ ഒരു മോറിസ് കോയിൻ ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് കമ്പനി ഇതിനൊരു വില നിശ്ചയിക്കും. ഈ ഒരു കറൻസി, ഒരു മോറിസ് കോയിൻ ഒരു വില നിശ്ചയിക്കും. അപ്പോൾ നിങ്ങൾ ഇട്ടേക്കുന്ന ഈ ഒരു 15,000 മോറിസ് കോയിന് അതിന് തുല്യമായ എത്രയാണോ മോറിസ് കോയിൻ, അത്രയും മോറിസ് കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടാകും, അത്രയും വാല്യൂ ഉണ്ടാകും നിങ്ങൾക്ക്. പിന്നെ അത് ട്രേഡിംഗ് അനുസരിച്ച് അതിനൊരു വാല്യൂ ഉണ്ടാകും. കൂടാനും ഉണ്ടാകാം, കുറയാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഓൾറെഡി തിരിച്ച് കിട്ടി. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ബിറ്റ് കോയിനിൽ ഏറ്റക്കുറച്ചിൽ വന്ന മാതിരി നിങ്ങൾക്കതൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായി ലോങ് ടൈമിലേക്ക് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ കമ്പനിയുടെ ആ ഒരു ട്രേഡിംഗ് രീതി എന്താണെന്ന് ആർക്കും അറിയില്ല. ശരിക്കും
മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി പുതിയ ആൾക്കാർക്ക് നൽകുന്നു, അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് നൽകി പഴയ ആൾക്കാർക്ക് നൽകുന്നു എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വേറെ ഒരു വരുമാന മാർഗവും 600% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകാൻ ഒരു 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 ഇതിനും സാധിക്കില്ല, ഒരു സ്കീമിനും സാധിക്കില്ല. ഇത് മറ്റൊരു പോപ്പുലർ സ്കാം ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോൾ ഇത് കാണുന്ന മോറിസ് കോയിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഒരു പൊങ്കാലയായിട്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾക്കും അറിയാവുന്ന സത്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒട്ടുമിക്ക മോറിസ് കോയിൻ ഇൻവെസ്റ്റേഴ്സും ഹാപ്പിയാണ് എന്ന് എനിക്കറിയാം. ഞാനും അതിനെ നിങ്ങളെ ആരെയും ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായി, അതുകൊണ്ട് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഇത് പറയുന്നതൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായി ഞാൻ ഈ ഒരു മോറിസ് കോയിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ ഞാനൊരു പോസ്റ്റിന് കീഴെ കണ്ട ഒരു കമൻറ്റ് ഞാൻ പറയാം. അടുപ്പിൻ്റെ മേളിൽ ഇരിക്കുന്ന ഒരു പാത്രത്തിന് ഇല്ലാത്ത ആവലാതി എന്തിനാണ് പാത്രത്തിൻ്റെ മേളിലിരിക്കുന്ന മൂടിക്കുള്ളത്? ശരിയാണ്, കറക്റ്റ് അല്ലേ? എന്തിനാണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ടെൻഷൻ? ആ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത ഒരു ടെൻഷൻ എന്തിനാണ് പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്കുള്ള? റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലാത്തൊരു ടെൻഷൻ പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ തീരെ ആവശ്യമില്ല. ശരിയാണ്. പക്ഷേ ഇനി പുതിയതായിട്ട് ചേരുന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വീഡിയോ. നിങ്ങൾ ഒരു വട്ടം കൂടെ ആലോചിക്കുക ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. പോയാൽ നിങ്ങൾക്ക് 15,000 രൂപയെ പോകുള്ളൂ. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നല്ലോണം ആലോചിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. വരുമാനം കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കിട്ടുമായിരിക്കാം. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരമനുസരിച്ചിട്ട് ഈ ഒരു വർഷം തന്നെ അമേരിക്കയിലുള്ള ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. 2022 ലിസ്റ്റ് ചെയ്യുമെന്ന് മുമ്പ് കേട്ടിരുന്നത്, ഈ 2020 തന്നെ ലിസ്റ്റ് ചെയ്യും എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഇൻവെസ്റ്റേഴ്സ് വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൈസ വളരെ സുരക്ഷിതമായിരിക്കും, വളരെ ലീഗലായിട്ടായിരിക്കും ഇത് നടക്കുന്നത്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് അറിയുന്നത്, ഈ ഒരു മോറിസ് കോയിൻ കൺസെപ്റ്റ് മാത്രമല്ല ഈ ഒരു കമ്പനിയുടെ കയ്യിലുള്ളത്. വേറെ പല പ്രോജക്റ്റുകളുമുണ്ട്. സ്റ്റഡി മോജോ, സിമിലർ ആയിട്ടുള്ള ഇതേമാതിരിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സ് നിറയെ ഉണ്ട്. അപ്പോൾ ഇതൊരു പൈസ ഇങ്ങനെ റോളിങ് മാതിരിയാണ് ഒരു ഇനീഷ്യൽ ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി. കമ്പനി അതിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞേക്കുന്ന മാതിരി തന്നെ ഇതൊരു ICO ആണ്, ഇനീഷ്യൽ കോയിൻ ഓഫർ. അതിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. IPO, അതായത് ഒരു കമ്പനിക്ക് ഒരു പൈസ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ഷെയർ റിലീസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഷെയർ അത് റിലീസ് ചെയ്യും. അപ്പോൾ അതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സിമിലർ കൺസെപ്റ്റിലാണ് ഈ ഒരു ആക്ടിവിറ്റി ആ കമ്പനി ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലീഗാലിറ്റി വശങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ഒരു ആക്ടിവിറ്റി കമ്പനി പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സാണ്. കമ്പനിയുടെ ആ ഒരു ധനസമാഹരണത്തിൽ നിങ്ങൾ പങ്കാളിയാവുകയാണ്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി വാങ്ങുകയല്ല, മറിച്ച് നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ പങ്കാളിയാവുകയാണ്.
എപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിന് തുല്യമായ ഒരു ഷെയർസ് ക്രിപ്റ്റോ കറൻസി ഫോം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതിന് തുല്യമായ ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടും. ആദ്യം തന്നെ മോറിസ് കോയിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. മോറിസ് കോയിൻ്റെ വെബ്സൈറ്റ്, a new decentralized cryptocurrency exclusively made for the modern business world and individual traders. About Morris Coin. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇനീഷ്യൽ കോയിൻ ഓഫറിങ്. ഇറ്റ് ആക്ട്സ് എസ് എ വേ ടു റേസ് ഫണ്ട്സ്. അതായത് ഇതൊരു ഇനീഷ്യൽ കോയിൻ ഓഫറിങ് ആണ്. അതായത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഒരു പുതിയ കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ സ്വീകരിച്ചുകൊണ്ട് അത് ശരിക്കും ഒരു ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന അതേ ആക്ടിവിറ്റി അതുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്തേക്കുന്നത്. മോറിസ് കോയിൻ is a cryptocurrency that is going to be listed in one of the top exchanges of the world. hello@morriscoin.com. സ്റ്റേ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്ക്, നമ്മൾ വിചാരിക്കും ഇത് ഫേസ്ബുക്ക് ഐ ഡി ആണെന്ന്. പക്ഷെ ഇത് ഫേസ്ബുക്ക് ഐ ഡി അല്ല, ഇത് ഫേസ്ബുക്കിലേക്കുള്ള ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് ട്വിറ്ററിലേക്കുള്ള ഒരു ലിങ്ക് മാത്രമാണ്. ഇത് ഐ ഡി അല്ല, ടെലിഗ്രാമിലേക്കുള്ളതാണ്. ഇതൊന്നും ഈ ഒരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഇത് മോറിസ് കോയിനിലേക്കോ ഉള്ള ഒരു ഐ ഡി അല്ല. ഇതെല്ലാം ജനറിക് ആയിട്ട് അതാത് വെബ്സൈറ്റുകളിലേക്കുള്ള ഒരു ഐ ഡി ആണ്. പവേർഡ് ബൈ ലോങ് റിച്ച് ടെക്നോളജീസ്. ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പേര് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എന്താണ് ഈ ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന് നോക്കാം. ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ സെയിം കമ്പനി തന്നെയാണ്. അതായത് ഈ കളർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ ഓറഞ്ച് കളർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് സെയിം കമ്പനി തന്നെയാണ്. ഈ ഒരു കമ്പനി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ, ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ബാംഗ്ലൂർ. ഈ കമ്പനിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ എവിടെയും ഇത് പറഞ്ഞിട്ടില്ല ഈ ഒരു കമ്പനിക്ക് ഇങ്ങനെ ഒരു മോറിസ് കോയിൻ റിലേഷൻ ഉണ്ട് എന്നുള്ളത്. എബൌട്ട് അസ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിൽ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ബാംഗ്ലൂർ അഡ്രസ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കോഴ്സസ്, ഇതിലെവിടെയും ഇവരുടെ ഒരു മോറിസ് കോയിൻ റിലേഷൻ വരുന്നില്ല. ഇനി ഈ ഒരു ലോങ് റിച്ചിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ലോങ് റിച്ച് ടെക്നോളജീസ് മോറിസ് കോയിൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോൾ വന്നിട്ടുള്ള ഒരു ലിങ്കാണിത്. ആ ലിങ്ക് നമുക്കൊന്ന് പോയി നോക്കാം. LR ട്രേഡിംഗ് സ്റ്റഡി മോജോ 100% എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണിത്. ജൂൺ 25 പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു, ഇത് LR ട്രേഡിംഗ് എന്ന് പറഞ്ഞാണ് ഇതിനകത്തുള്ളത്. മറ്റേത് LR ടെക്നോളജീസ് ആയിരുന്നു.
ലോങ് റിച്ച്, ഇത് ലോങ് റിച്ച് എന്ന് തന്നെയായിരിക്കും ഇത് ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് മോറിസ് കോയിൻ്റെ എംപ്ലം ഉണ്ട് ഇതിനകത്ത്. മോറിസ് കോയിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ ആ ഒരു അതിൻ്റെ ആളുകൾ തന്നെ ആയിരിക്കാം ഈ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നത്. ഡെയിലി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 300. ഇത് 3 ദിവസം മുമ്പുള്ള ഒരു സെപ്റ്റംബർ 8 പറയുന്ന ഒരു കാര്യമാണ്. അതിൽ അവരെന്തോ ഒരു കാർഡ് ഇൻട്രൊഡക്ഷൻ്റെ മോറിസ് പേ ഉപയോഗിച്ചിട്ട് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ് പറയുന്നത്. മേ ബി ഒരു പേയ്മെൻറ്റ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിലൊരു പേയ്മെൻറ്റ് ഡിലേയുടെ കാര്യം പറയുന്നുണ്ട്. വെർ ഇസ് എ കമ്മീഷൻ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പേയ്മെൻറ്റ് ഓഫ് August 28. അതിലൊരു ഡിലേയുടെ കാര്യം പറയുന്നുണ്ട്. ഡിസ്കവർ യുവർ ഡ്രീംസ് ആൻഡ് പാഷൻ വിത്ത് മോറിസ് കോയിൻ. റെഫറൽ ഇൻകം സിസ്റ്റം ഇതിനകത്ത് പറയുന്നു. ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവൽ 5%, തേർഡ് ലെവൽ. ഇതിൽ നിങ്ങൾ വേറൊരാളെ റെഫർ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അതുവഴി ഇൻകം കിട്ടും. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 15,000 മുതൽ 90,000 വരെ ഇൻവെസ്റ്റ്മെൻറ്റിന് 10% റെഫറൽ ഇൻകം. എബവ് 650, അതായത് 6,15,000 മേളിലാണ് എങ്കിൽ 30% നിങ്ങൾക്ക് റെഫറൽ ഇൻകം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഈ പേജിനകത്ത് പറയുന്നുണ്ട്. കമ്പനി സ്റ്റാർട്ടഡ് ഇൻ ഫെബ്രുവരി 2019. Company has reached a critical juncture today. Morris Coin listed to be on a leading US-based exchange. Company moving ahead with the listing process this year. August 30 പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇതാണത്. ബൈ 2022 പ്രതീക്ഷിച്ചിരുന്നതാണ് ആദ്യം. അത് ഈ വർഷം തന്നെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ, അതെല്ലാം ചെറിയ കമ്പനികൾക്കുള്ളതാണ്. കമ്പനി ഗോയിങ് ടു ബി വേൾഡ് ലെവൽ ബട്ട് സ്റ്റിൽ യു ഡോണ്ട് ഹാവ് പ്ലാറ്റ്ഫോം ടു സോൾവ് പ്രോബ്ലംസ്. അതൊക്കെ എല്ലാ കമ്പനികൾക്കും ഉള്ളതാണ്. ലോങ് റിച്ച് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു മൊബൈൽ നമ്പറും കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റഡി മോജോ, നേടാം നിങ്ങൾക്ക് പഠനത്തിനോടൊപ്പം ദിവസേന വരുമാനവും. അപ്പോൾ അതാണ് മോറിസ് കോയിൻ. കൂടാതെ വേറെ പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സും ഇവരുടെ കയ്യിലുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ചാർട്ട്, സ്റ്റഡി മോജോ, LR trading.biz എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. www.lrtrading.biz. World's largest e-learning platform powered by Longrich. Online computer education, share market trading awareness program.
ഇത് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതാണ് ഇവരുടെ സർവീസ് എന്ന് കാണിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ ത്രൂ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അവയർനെസ്. സ്റ്റഡി മോജോ. LR Study Mojo in association with the Topper Learning Study Interactive Power CBSE. Product and services. Study Mojo for school children. അതാണ് ബേസിക്കലി, വേറൊന്നുമല്ല. ഇതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 200 വർക്കിംഗ് ഡേയ്സ് ആണ്. പാക്കേജസ് 5000-ലാണ് പാക്കേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 1% ആണ്. ഡെയിലി പേ ഔട്ട് 50 രൂപ വീതം 200 ദിവസത്തേക്ക്, അല്ലെങ്കിൽ 2% വീതം. ഇത് 1% മിനിമം ആയിരിക്കും, 2% മാക്സിമം ആയിരിക്കും. 100 രൂപ വീതം. അപ്പം ഇത് മറ്റൊരു തരത്തിലുള്ള വേറൊരു സ്കീമാണ്. ഈ മോറിസ് കോയിൻ്റെ അതേ ശില്പികളിൽ നിന്നുള്ള മറ്റൊരു സ്കീം. പൈസ കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ കമൻറ്റുകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. കാരണം എവിടുന്നും ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസ് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഇത് ഉണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയാണ്, അതിൻ്റെ ഓണേഴ്സും ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോറിസ് കോയിൻ്റെ വിശേഷങ്ങൾ. മോറിസ് കോയിൻ എന്ന് പറഞ്ഞൊരു കോയിൻ നിലവിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ട് നിലവിലില്ല. അത് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് അതിൻ്റെ സൃഷ്ടാക്കൾ അവകാശപ്പെടുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലല്ല നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഇനിയുമുണ്ട് എങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. വീണ്ടും എന്നാൽ കഴിയുന്ന വിധം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ മോറിസ് കോയിൻ ഇൻവെസ്റ്റേഴ്സിനോട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് മേടിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ goodbye and see you.